എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ചയെ കണക്ക് ഒരാൾ നടപ്പുണ്ട്. ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ? ബോവനമോളി ടോംസിൻ്റെ ബോവനമോളി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബോവനമോളി. അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം, എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ്. പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്, എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിൻ്റെ വരപ്പിൽ. ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു, ഞാൻ ഇനി പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അസഭ്യമാവേണ്ട, പൂച്ച എന്ന് വിളിക്കാം. പൂച്ചയാകുമ്പോൾ വലിയ അപകടമില്ല. അപ്പോൾ ഈ പൂച്ച എല്ലായിടത്തും കാണാം. പക്ഷേ ഇന്ന് വരെ ആയിരക്കണക്കിന് ബോവനമോളി നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പൂച്ച ഇന്ന് വരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പൂച്ച ചട്ടി കയറി മീൻ എടുത്തേക്കും എന്ന് ബോവനമോളിയുടെ അമ്മച്ചി പറയും. എടാ ചട്ടി അടച്ചു വീടാ, പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ട്? അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടുകൂടെ? ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ? ബോവൻ്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി. കാശ്മീരിൽ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചേച്ച് പോന്നു. കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല. അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല. അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല. ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ. അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പകരം ഇവരെല്ലാം കൂടെ ഐസ് കട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ഞുരുക്കിയിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു. ചെരുപ്പിടാതെ, എന്തോ ഒരു അന്യായം ആലോചിച്ച് നോക്കി. ഈ ചെരുപ്പിടാതെ ഈ താരട്ട റോഡിൽ കൂടെ നടന്നു പോയിട്ടോ അങ്ങ് എന്നപ്പം ഈ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം BJP ചേർന്നു. കാരണം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും. അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്ദാബാദ് നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം എന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു. കാരണം BJPക്ക് ആന്നേ ഉള്ളൂ, കോൺഗ്രസിനല്ല കേട്ടോ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊരു വരെ വന്നു. മഹാരാഷ്ട്രയിൽ വന്നപ്പം എല്ലാവരും BJP ചേർന്നു. പിന്നെ ആരുമില്ല, സ്വീകരിക്കാൻ പോലും ആളില്ല, അവരെല്ലാം ചേർത്ത് കൊടുത്ത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും. അങ്ങ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര BJPക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു, ആളെ കൂട്ടി കൊടുക്കാൻ.